ഹലോ ഗൈസ്, ദി സ്റ്റോറീസ് ഓഫ് അലൻ. നമ്മൾ പുതിയ വീഡിയോ ആണ് ഇത്. ലണ്ടനിൽ നമ്മൾ പോർട്സ്മൗത്ത് എൻ്റെ കോളേജിലേക്ക് പോകുന്നൊരു ഷോർട്ട് വീഡിയോ അല്ല, ഇച്ചിരി ലോങ് വീഡിയോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിഷ്വൽസിലോട്ട് പോവാം. ഗൈസ്, ഇതാണ് എൻ്റെ കോളേജിലേക്കുള്ള എൻട്രി. ഇവിടുത്തെ ഒരു ചർച്ച് പോലത്തെ എന്തൊരു സംഭവമാണ്. കറക്റ്റ് പേരൊന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ ഇതിലിങ്ങനെ പോകുമ്പോഴാണ് കണ്ടോ സീനറി. സോ ക്യൂട്ട്. ഇത് ഭയങ്കര ഒരു ബീച്ച് ഏരിയ. പോർട്സ്മൗത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബീച്ച് ഏരിയ. ഞാൻ പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ക്യാമ്പസ് ലണ്ടനിലും ഉണ്ട്, പിന്നെ പോർട്സ്മൗത്തിലും ഉണ്ട്. ഈ വേഗം ഇങ്ങനെ നടന്നുപോയി ഇതൊക്കെ. പോർട്സ്മൗത്തിന് ഇവിടെ കുറേ ഏരിയാസ് ഉണ്ട്. ഇതൊരു സ്റ്റാർട്ടിങ് ഏരിയ. യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ ബിൽഡിംഗ് ഒരു സ്റ്റാർട്ടിങ് ഏരിയ. ഇത് നമ്മൾ മുമ്പേ കാണിച്ച അതിൻ്റെ ബാക്കി. ഇതിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ പാർക്കിലോട്ടൊക്കെ പോകാൻ പറ്റും. ഇതൊരു യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ്മൗത്തിൻ്റെ ഒരു പോർഷനാണേ. സ്വന്തം കോളേജിൻ്റെ പേര് തന്നെ തെറ്റി പോവാ. അതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ തന്തയ്ക്ക് വിളിക്കാം. ഞാനിനി ഈ വീഡിയോ ഒന്ന് ഓഫാക്കിയിട്ട് ലൊക്കേഷൻ ഒന്ന് നോക്കട്ടെ, എവിടെ ക്ലാസ് നടക്കുന്നതെന്ന്. ഇത് യൂണിവേഴ്സിറ്റിയുടെ അടുത്തൊരു സ്ഥലമാണ്. ഇത് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ വേറൊരു പോർഷൻ. നമുക്കിപ്പോൾ ഇന്ന് ക്ലാസ് നടക്കുന്നത് വേറൊരു സ്ഥലത്താണ്. അപ്പം നമുക്ക് പോകേണ്ടത് ഈ ഇടവഴി കയറി ഈ ഒരു ഇടവഴി കയറണം. ഇവിടെ പിന്നെ നമ്മൾ ഈ സൈക്കിളൊക്കെ കൊണ്ടുവച്ച സൈക്കിളിനെല്ലാം ഹായ് അങ്ങനെ എൻ്റെ വ്ളോഗിലൊരു ഗസ്റ്റ് എത്തിയിരിക്കുകയാണ് ഗൈസ്. പക്ഷേ പേരോടെ ചോദിക്കണ്ടായിരുന്നല്ലേ, മറന്നുപോയി. നമുക്കിങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഓരോരോ വിഷ്വൽസ് കിട്ടുമ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഗ്രൗണ്ട്. ഇവിടെ വന്ന് വെയിറ്റിംഗ് ആണ്. ഒന്നുകൂടെ ബട്ടൺ അമർത്തിയേക്കാൻ വേണം. നമുക്ക് സിഗ്നൽ വീഴണം. സിഗ്നൽ വീണ് കഴിയുമ്പോൾ നമുക്ക് നടക്കാം. സിഗ്നൽ വീഴുമ്പോൾ എല്ലാവരും പിന്നെ ഓടാൻ തുടങ്ങും. ഈ സിഗ്നൽ വീഴുന്നേക്കാളും മുമ്പ് നടന്നില്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കേണ്ടി വരും. ഇതുണ്ടോ, ഇത് യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ്മൗത്തിൻ്റെ ഗ്രൗണ്ട്. മാറ്റ സിഗ്നൽ കയറി നമുക്ക് പോകേണ്ടത് അപ്പുറത്തോടാണേ. സിഗ്നൽ വീഴാതെ പോകുന്ന വീണ് സിഗ്നൽ വീഴാതെ നമ്മൾ പോയി. കോളേജ് വിട്ടെന്നാണ് കേട്ടോ തോന്നുന്നേ. അകത്തോട്ട് കയറാൻ ആളെക്കാളും കൂടുതൽ പുറത്തോട്ട് വരുന്നവരാണ്. ഇത് പോർട്സ്മൗത്തിന് അടുത്തൊരു പോർഷൻ. നമുക്കിതിലെ ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് കയറി പിടിക്കാം. എനിക്ക് തോന്നുന്നു എനിക്കിന്ന് ഇവിടെ ഗൈസ് ക്ലാസ്
പിന്നെ ഇവിടെ ക്ലാസ്. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഗൈസ്, ഇത് പോർട്സ്മൗത്തിൻ്റെ അടുത്തൊരു ബിൽഡിംഗ്. ഗൈസ്, ഞാൻ മറന്നുപോയി. ഞാൻ കോളേജ് കഴിഞ്ഞ് ട്രെയിൻ കയറി. ഞാനത് എടുക്കാൻ മറന്നുപോയി. ഞാനപ്പോൾ എൻ്റെ ഫോണിൽ ചാർജിലായിരുന്നു. എനിക്കിപ്പോൾ ട്രെയിനിൽ കയറാതെ കുത്തിയിടാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ മറന്നും പോയി. ഇതാണ് ഇവിടെ എൻ്റെ കോളേജിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂസാണ്. കണ്ടോ? ഇതാണ് എൻ്റെ കോളേജിൻ്റെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്കുള്ള വ്യൂസ്. എനിക്ക് നാഷണൽ റെയിൽ കയറി വേണം കോളേജിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ. ഉണ്ടോ? ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ട് ആൾക്കാരൊന്നുമില്ല. ഇവിടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ മൊത്തം താമസിക്കുന്നൊരു ഏരിയ മെയിനായിട്ട് ഞാൻ പറയുവാണെങ്കിൽ. അതായത് അവരുടെ സർവീസ് എല്ലാം കഴിഞ്ഞ് റിട്ടയർമെൻറ്റിന് വരുന്ന അപ്പച്ചനും അമ്മച്ചിമാരും മെയിനായിട്ട് വന്ന് ഇറങ്ങുന്നൊരു സ്ഥലമാണ്. ഇത് കാട്. ഇവിടെ കുറച്ച് വീടുണ്ട്. ഐ വിൽ ഷോ യു. ഇവിടെയും കാണാനില്ലേ? ഭയങ്കര ഭാഗ്യമില്ലല്ലോ ഗൈസ്. അയ്യോ, ഉണ്ടോ? കാണിക്കും. ഇവിടെ ഒന്നും ഇങ്ങനൊന്നും അല്ല ഗൈസ്. ഇതെല്ലാം ഇവിടെ ചെറിയൊരു പട്ടണം പോലെ സ്ഥലമാണ്. ചെറിയൊരു പട്ടണം, ഒത്തിരി പ്രതീക്ഷിക്കണ്ട. ചെറിയൊരു പട്ടണം. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് പോകുന്ന ട്രെയിൻ. ഇത് ഞാനിപ്പോൾ നമ്മുടെ കോളേജിനോടം കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുക. ഇതാണ് വാട്ടർലൂ സ്റ്റേഷൻ. ഇവിടെ നമ്മൾ ടിക്കറ്റ് ടാപ്പ് ചെയ്യണം. ടിക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് വരാം. ഞാൻ ടാപ്പ് ചെയ്തിട്ട് ഇറങ്ങി നേരെ നടന്ന് നമുക്ക് അണ്ടർഗ്രൗണ്ട് പിടിക്കണം. അല്ല, നമുക്കിപ്പോൾ ജൂബിലി ലൈൻ പിടിച്ച് വെസ്റ്റ് ഹാം പോയിട്ട് വെസ്റ്റ് ഹാമിൽ നിന്ന് നേരെ ഈസ്റ്റ് ഹാം പിടിക്കണം. ഫുഡ് കഴിക്കാൻ പോകണം ഈസ്റ്റ് ഹാമിൽ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് പാളി ഇവിടെ നിർത്തിയിട്ടിരിക്കുക. നമുക്ക് വേറെ വഴിയുണ്ടോ എന്ന് നോക്കണം. ഓഫ് കോഴ്സ് നമുക്കിതിലേ ഇറങ്ങാം. നമ്മൾ ഈ ജൂബിലി ലൈനൊക്കെ കയറാൻ വേണ്ടി പോവാണ്. ജൂബിലി ലൈൻ കയറാൻ വേണ്ടി ഒരു ആനയൊക്കെ ഉണ്ട്. നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഒരു കിടക്കൻ എക്സിലേറ്റർ വഴിയാണ് പോകുന്നത്. ഈ സൈഡിൽ നിൽക്കുന്നവർക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല. നമ്മൾ തൊട്ടിപ്പുറത്ത് കൂടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആൾക്കാർക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് തെറുതിയില്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുക. തെറുതിയില്ല, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുക. റൈറ്റ് സൈഡിൽ കൂടെ ആൾക്കാർ അല്ല, നമ്മൾ റൈറ്റ് സൈഡിൽ നിൽക്കുക. ലെഫ്റ്റ് സൈഡിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ നമ്മളെ കവർ ചെയ്ത് ഇങ്ങനെ നടന്നു പോകും. ഇവരൊക്കെ ധൃതിയുള്ളവരാണ്. ധൃതിയുള്ളവരിങ്ങനെ പോട്ടെ. ഇവിടുത്തെ റൂളാണ്. അതിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ നടന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കിട്ടുകയും ചെയ്യും കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ പിന്നെ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ട് ട്രെയിൻ എത്തുമ്പോൾ അടുത്ത വിഷ്വൽ എടുക്കാം. നമുക്ക് പോകാം ട്രെയിൻ. ഇത് ലോക്കൽ ട്രെയിനാണ്, അണ്ടർഗ്രൗണ്ട് ജൂബിലി ലൈനാണ്. ഇനി അടുത്ത വീഡിയോ എന്ത് വേണം, യു കെയിലെ എന്ത് ടൈപ്പ് വീഡിയോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഗൈസ്, ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എനിവേ, സൈനിങ് ഓഫ്. സ്റ്റോറീസ് ഓഫ് അലൻ. അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഞെക്കുക, പിന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കഴിവതും ഷെയർ ചെയ്യുക.